ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പുർത്തിച്ചക്ക കൊണ്ട് ഒരു 4 മണി പലഹാരമാണ്. ഓക്കെ, അതിന് ഈ സാധനം വെച്ച് പലഹാരം ഒന്നും ഉണ്ടാക്കി കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് അത് ഉണ്ടാക്കി നോക്കാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പിന്നെ ഇതിന് ഈ സാധനം ഞാൻ ഉണ്ടാക്കുന്ന സാധനം നിങ്ങളെവിടെയും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ എന്നാലേ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് വരത്തുള്ളൂ. പിന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. വീട്ടിലേക്ക് പോകാം. നമുക്കിതിനെ ആദ്യം ഇതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുക്കാം. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ ഫുള്ള് നമ്മൾ ചെത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ റൗണ്ടിൽ ചെറുതായിട്ട് കട്ട് ചെയ്യാം. കനം കുറച്ച് ഈ അളവിൽ കട്ട് ചെയ്തെടുക്കാം. ഈ തിക്നെസ് മതിയാവും. അപ്പോൾ നമ്മളിത് റൗണ്ടായിട്ട് കനം കുറഞ്ഞ് തിക്നെസ് കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിന് മിക്സ് ചെയ്യേണ്ട മാവ് എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത് കടലമാവുണ്ട്, മൈദ മാവുണ്ട്. ഓക്കെ, കടലമാവ് പകുതിക്ക് പകുതി, അതായത് നിങ്ങളിപ്പം 1/2 ഗ്ലാസ് മൈദ മാവാണ് എടുക്കുന്നതെങ്കിൽ 1/2 ഗ്ലാസ് കടലമാവ്. എന്നിട്ട് ഒരല്പം ഉപ്പ് കുറച്ച് മതി, പേരിന് കുറച്ച് മതി. എന്നിട്ട് കുറച്ച് ഒരു 2 സ്പൂൺ പഞ്ചസാര വെള്ളമൊഴിച്ച് ചെറിയൊരു കട്ടിക്ക് എടുക്കണം. അപ്പോൾ ഇതിൻ്റെ തിക്നെസ് എന്ന് വെച്ചാൽ കണ്ട, ഇങ്ങനെ ഒഴിക്കുമ്പം ഇങ്ങനെ വേണം കട്ടി, അത്രയ്ക്ക് കട്ടി വേണം. കട്ടി നല്ല കുറയ്ക്കരുത്. ഓക്കെ, അപ്പോൾ ഈ അളവിൽ വെച്ചിട്ട് ഇനി നമുക്കിതിനെ വേവിക്കാം. ഓക്കെ, അപ്പോൾ ഈ പാത്രത്തിലാണ് നമ്മളിന്ന് ഇതിനെ വറുത്തെടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇത് പാത്രം ചൂടായിട്ടുണ്ട്. നമുക്കിതിലോട്ട് എണ്ണ ഇട്ട് കൊടുക്കാം. ഏതെണ്ണ കുഴപ്പമില്ല, ഞാൻ പിന്നെ പാമായിലാണ് ഉപയോഗിക്കുന്നത്. ഏതെണ്ണ വേണമെങ്കിലും എടുക്കാം. കുറച്ച് ചൂടാകട്ടെ. ചൂടായതിനു ശേഷം നമുക്ക് തിരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇനി ഈ പൈനാപ്പിളിനെ നമ്മൾ വാഴയ്ക്കപ്പം ഉണ്ടാക്കില്ല, അതേ മെത്തേഡ് എടുത്തിടുക. ഇങ്ങനെ മുങ്ങാൻ കണക്കിന് ഇടുക, അത്രേ ഉള്ളൂ. നന്നായിട്ട് മുക്കി, കുഴപ്പമില്ല. ഇത് നല്ല കുറച്ച് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ആദ്യത്തെ റൗണ്ട് നമുക്ക് വെന്തിട്ടുണ്ട്. സ്റ്റോപ്പ്. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ബജ്ജി ഇതാ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനായിട്ട് ഇട്ട പേരാണ് പൈനാപ്പിൾ ബജ്ജി. കണ്ടോ, അന്യ ടേസ്റ്റ്. വീട്ടിലൊന്ന് ഉറപ്പായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടില്ല എന്നല്ല, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അത്രയ്ക്ക് ടേസ്റ്റുള്ള സാധനം. നമ്മളെ പഴംപൊരിയെക്കാട്ടിലും ടേസ്റ്റുള്ള സാധനമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ ഞാൻ വരും. ഞാൻ നിജു. ഗുഡ് ബൈ.